100-ലധികം കുടുംബങ്ങളാണ് റോഡിന്റെ ഇരു കരകളിലുമായി താമസിച്ചു വരുന്നത്. പ്രദേശത്തുകാർക്ക് മെയിൻ റോഡിലെത്താൻ ഈ ദുരിതം നിറഞ്ഞ റോഡ് തന്നെയാണ് ഏക ആശ്രയം. താഴ്ന്ന പ്രദേശമായതിനാൽ വെള്ളക്കെട്ട് ഒഴിവാകുന്നുമില്ല. കുറെ വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് റോഡ് എല്ലാ സമയത്തും. വെള്ളം കെട്ടിച്ചാൽ മഴ പെയ്ത ഒരു വണ്ടിന്റെ പറ്റില്ല. 7 വർഷം മുമ്പാണ് അവസാനമായി ടാറിംഗ് നടത്തിയത്. ഈ ഒരു വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് നാട്ടുകാരെല്ലാവരും വളരെ പ്രയാസത്തിലാണ്. കുട്ടികളെ സ്കൂളിലൊക്കെ മദ്രസ കൊണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. 1.5 വർഷം മുമ്പാണ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി റോഡിന്റെ ഇരുഭാഗങ്ങളിലും വെട്ടിപ്പൊളിച്ചത്. അതോടെ ശോചനീയാവസ്ഥ പൂർണ്ണാവസ്ഥയിലെത്തി. ഇവിടെ കുട്ടിയാക്കും പോകുമ്പോൾ മഴ പെയ്ത് ഇങ്ങനെ മറ്റേ ജങ്കാറിട്ടുണ്ട്. അത്യാവശ്യ യാത്രക്കായി ഓട്ടോകൾ പോലും വരുന്നില്ല. വരുന്നവർക്കാണെങ്കിൽ ഇരട്ടി ചാർജും നൽകണം. ഭയങ്കര ബുദ്ധിമുട്ട്. എന്തായാലും ഒരാൾ വണ്ടി വിളിച്ചാൽ വരില്ല. അപ്പോൾ അധികൃതർ ഇടപെടും. കനോലിക്കാനൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകും. വെട്ടം വോയ്സ് കാണുക എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 4:30 വെട്ടം ടെലിവിഷനിലും ഞങ്ങളുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലുകളിലും.